ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ വെറും ഒരു ഓർമ്മതൻ കുരുന്നുതൂവൽ എന്ന പുസ്തകമാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. ബാല്യകാലത്തിലെ ഓർമ്മകൾ കടഞ്ഞെടുക്കുകയാണ് ബോബിച്ചൻ വെറും ഒരു ഓർമ്മതൻ കുരുന്നുതൂവൽ എന്ന ഈ പുസ്തകത്തിലൂടെ. പുസ്തകം കവർ പേജ് തന്നെ ബോബിച്ചൻ്റെ ചിരിക്കുന്ന മുഖമാണ്. എനിക്ക് തോന്നുന്നു കൂട്ട് എന്ന പുസ്തകത്തിന് ശേഷം ബോബിച്ചൻ്റെ ചിത്രം കവർ പേജ് ആവുന്ന രണ്ടാമത്തെ പുസ്തകമാണ് ഇത്. DC ബുക്സ് 2024 ജനുവരിയിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുസ്തകം തുറക്കുമ്പോൾ നാം കാണുന്നത് ഗ്രന്ഥകാരനെ പറ്റിയിട്ടാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ള ബോബിച്ചനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിലും ഗ്രന്ഥകാരൻ്റെ വിശദാംശങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ജനിച്ചിരിക്കുന്നത്. കപ്പൂച്ചിൻ സന്യാസ സഭയിലെ വൈദികനാണ്. ആത്മീയ പ്രഭാഷണങ്ങളിൽ ശ്രദ്ധേയൻ. കൂട്ട്, അവൾ, സഞ്ചാരിയുടെ ദൈവം, ഹൃദയവയൽ, നിലത്തെഴുത്ത്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ എല്ലാം ആരാധകരാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പേജിലെ ടൈറ്റിലിനോട് ചേർന്ന് ഒരു ഇംഗ്ലീഷിൽ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഈസ് മെമ്മറി. നമ്മൾ ബാല്യകാലത്തിലാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്നത്, ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ഓർമ്മ മാത്രമാണെന്നാണ് ഈ ശീർഷകത്തോട് ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ തുറക്കുമ്പോൾ സമർപ്പണമാണ് കാണുന്നത്. ജിമ്മി ചേട്ടനെ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പണം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുള്ളത് പോലെ തന്നെ ഒരു കഥാശകലം ചേർത്തിട്ടുണ്ട്, ഒരു സന്ദർഭം. അത് ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കാം. ഗോൾഫ് കളിയല്ലാതെ മറ്റൊന്നും ചെയ്യാതെ ജീവിച്ച ഒരുവനെ പരലോകത്തെത്തുമ്പോൾ ദൈവം ശിക്ഷിക്കുമെന്ന് തന്നെയാണ് ആ കുഞ്ഞുമാലാക കരുതിയത്. ദൈവം അവനെ അങ്ങ് സ്നേഹിക്കുകയാണ്. വിശാലമായ മൈതാനം കാട്ടി മതിയാവോളം കളിച്ചോ എന്ന് പറഞ്ഞ് ഉദാരനായി. അവൻ ഓടി നടന്ന് കളിച്ചു തിമർക്കുകയാണ്. ഒരു ഉന്നവും പാഴാവുന്നില്ല. മാലാക പരാതി പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ? ദൈവം പറഞ്ഞു, ശിക്ഷ തന്നെയാണ്. കാണികളില്ലാത്ത ഒരു കളിയിൽ ഇനി ഇതൊക്കെ ഇവൻ ആരോട് പോയി പറയും? ഈ ഒരു ചിന്താശകലത്തോടു കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. സഹജീവികളോടുള്ള ഒരുമിച്ചുള്ള സഹവർത്തിത്വമാണ് സ്വർഗമെന്നുള്ള ഒരു ആശയം വളരെ ലളിതമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ബോബിച്ചൻ നമ്മളെ പുസ്തകത്തിലേക്ക് നയിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹൃദയകലയുടെ പെരുന്തച്ഛനും കടലോളം പോന്ന സൗഹൃദവും എന്ന ശീർഷകത്തിൽ എഴുതിയ വിജി സാറിൻ്റെ അവതാരികയാണ്. ബോബിച്ചൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ അവതാരികയിൽ ബോബിച്ചനെ പറ്റിയും ബോബിച്ചൻ്റെ ഈ പുസ്തകത്തെ പറ്റിയും വളരെ കാവ്യാത്മകമായിട്ട് വായനക്കാരിലേക്ക് വിജി തമ്പി സാർ തൻ്റെ വരികളിലൂടെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആന്തരികമായി ഒരുപാട് ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബോബിച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജി തമ്പി സാർ ഈ അവതാരിക ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നിറയെ കവിതകളും കഥകളുമുള്ള അച്ഛൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകതകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അങ്ങനെയുള്ള എല്ലാ പരിവേഷങ്ങളും അഴിച്ചു വെച്ച് നിസാരതകളോടും ചെറുതുകളോടും ഒപ്പം സഞ്ചരിക്കുന്ന ബോബിച്ചനെ വളരെ പരിചിതമായി വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് വിജി തമ്പി സാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള ഓരോ അധ്യായത്തിൻ്റെ പ്രത്യേകതകളും ഈ അവതാരികയിൽ എടുത്തു പറയുന്നുണ്ട്. അവതാരികയിലൂടെ സഞ്ചരിച്ചാൽ തന്നെ ഈ പുസ്തകത്തിനെക്കുറിച്ചുള്ള ഒരു ധാരണ വായനക്കാരിലെത്തും. അതുപോലെ തന്നെ കേരളീയ ബാല്യത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ പുസ്തകമെന്നും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങിയ നമ്മുടെ നിഷ്കളങ്കതയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകമെന്നൊക്കെ വിജി തമ്പി സാർ ഈ അവതാരികയിൽ പറഞ്ഞത്. ഈ അവതാരിക അവസാനിക്കുമ്പോൾ എഴുതിയ വരികൾ ഹൃദയസ്പർശിയായി തോന്നി. അത് നിങ്ങൾക്കായിട്ട് വായിക്കാം. നെഞ്ചിൽ ഒരു നദിയായി ജീവിക്കുന്ന ഒരാളുടെ സവിശേഷ പദകോശമാണിത്. പാബ്ലോ നെരൂദയുടെ വാക്ക് കടമെടുത്താൽ സത്യമായ വാക്ക് പളുങ്കിനെ പളുങ്കാക്കുന്നു, ചോരയെ ചോരയാക്കുന്നു. നിഴലുകളിൽ പൊരുളുകൾ തേടിപ്പോകുന്ന ഒരാളുടെ ആത്മകഥയിലെ ഒരു ചീന്താണിത്. തണുപ്പിക്കാതിരിക്കില്ല, ശുദ്ധീകരിക്കാതിരിക്കില്ല ഈ വായനാനുഭവം. ഈ ഉറപ്പ് നൽകിയിട്ടാണ് അവതാരിക അവസാനിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഉള്ളടക്കമാണ്. 270ഓളം പേജുകളിൽ
95 അധ്യായങ്ങളുമായി ആ അധ്യായങ്ങളിലൂടെ ബാല്യത്തിൻ്റെ തിരയിളക്കങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് ഓരോ അധ്യായവും കടന്നു പോകുന്നത്. പിന്നീട് നമ്മൾ എത്തുന്നത് പിറവിയുടെ സാലഭഞ്ജികകൾ എന്ന അധ്യായത്തിലേക്കാണ്. തൻ്റെ നാട്ടിലെ കുട്ടിമാമ എന്ന സൂതികർമ്മിണി അഥവാ വയറ്റാട്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം ഒരു പുൽനാമ്പിന് പോലും ജീവൻ നൽകാൻ നമുക്കാവില്ലെന്നും എങ്കിലും ഓരോ ജീവൻ്റെയും സൂതികർമ്മികളാണ് നമ്മളെന്നും അത് പല അളവിൽ നമ്മൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ക്ഷണം കൂടിയാണ് ഈ ജീവിതമെന്ന് ഒരു വളരെ ഗഹനമായൊരു ചിന്ത ലളിതമായി വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. പിന്നീട് ഈ അധ്യായങ്ങളിലെല്ലാം നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ അധ്യായത്തിലും ഒരു കൊട്ടേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ അധ്യായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇല്ലുസ്ട്രേഷനും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ഇല്ലുസ്ട്രേഷൻസിലും പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു കണിക കൊണ്ടുവരാനായിട്ട് ഈ ഇല്ലുസ്ട്രേഷൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംഗീത് ബാലചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ അധ്യായങ്ങളും വളരെ ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ 2 പേജിൽ ഒതുങ്ങുന്ന അധ്യായങ്ങളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് വായനക്കാർക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണ് വെറും ഒരു ഓർമ്മതൻ കുരുന്നു തൂവൽ എന്ന ബോബിച്ചൻ്റെ ഈ പുസ്തകം. എന്നെ സ്വാധീനിച്ച ഒരുപാട് അധ്യായങ്ങൾ ഇതിലുണ്ട്. നമുക്കറിയാം ബോബിച്ചൻ്റെ പ്രഭാഷണ ശൈലി പോലെ തന്നെയാണ് ഈ പുസ്തകത്തിലെ എഴുത്തിൻ്റെ ശൈലിയും. അച്ഛനെ കേൾക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ അനുഭവിക്കാൻ കഴിയും. ഒരിക്കലും ഒരു സാധാരണ എഴുത്തിൻ്റെ ശൈലിയല്ല ബോബിച്ചൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും തൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലൂടെയും ബോബിച്ചൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. ഈ അധ്യായങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാ അധ്യായങ്ങളും ഓരോ പുതിയ പുതിയ ചിന്തകൾ തരുന്നതാണ്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അധ്യായങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഒന്ന് രുചിഭേദങ്ങളുടെ വിരുന്ന് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. നാട്ടിലൊരു ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നതും അപ്പൻ ഇവരെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നതും അതിൽ അപ്പം കഴിക്കാതിരിക്കുന്നതുമെല്ലാം ഓർത്തെടുക്കുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഇതിലെല്ലാം എല്ലാ അധ്യായങ്ങളിലൂടെയും ചെറിയ ആത്മീയ ചിന്തകൾ കൂടി ബോബിച്ചൻ വായനക്കാരിലേക്ക് കൈമാറുന്നുണ്ട്. പിന്നീട് തൊപ്പിയിലെ മുയൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ബോബിച്ചൻ എങ്ങനെയാണ് തൻ്റെ പേര് അപ്പനിട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറയുന്ന ഒരു അധ്യായമാണ് തൊപ്പിയിലെ മുയൽ. പിന്നെ ഉടൽ നിന്ദയുടെ നിഘണ്ടു എന്ന് പറയുന്ന അധ്യായം. ഇതിൽ കുറച്ച് ഫലിതവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബോബിച്ചൻ എഴുതിയിരിക്കുന്നത്. വട്ടപ്പേരുകൾ ഇടുന്ന ഒരു തലമുറ അവസാനിക്കുകയാണെന്നും ഓരോ അധ്യാപകർക്കും അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാർക്കും എങ്ങനെയാണ് വട്ടപ്പേരിടുന്നതും അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി രസകരമായിട്ടുള്ള ഒരു അധ്യായത്തിലൂടെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പുതിയ തലമുറയ്ക്ക് ഈ ഒരു വട്ടപ്പേരിടുന്ന സ്വഭാവം ഇല്ല എന്നുള്ളത് നല്ലൊരു സുവിശേഷമാണെന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. പിന്നെ സദാ ഒഴിയുന്ന കൈകൾ, അത് വളരെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരു അധ്യായമാണ്. തൻ്റെ ചേട്ടൻ ട്യൂഷൻ എടുക്കുന്നതും കണക്കറിയാത്ത തന്നെ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ ശിക്ഷിച്ചതും അതിനുശേഷം ചേട്ടൻ വന്ന് ഉറക്കത്തിൽ തൻ്റെ കൈകൾ ഒഴിയുന്ന ഒരു രംഗമൊക്കെ, അത് കഴിഞ്ഞ് ആശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചേട്ടൻ തന്നെ അവിടെ കൊടുന്നാക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവർ കാണുന്ന ഒരു സിനിമയിൽ കണക്കറിയാത്തവനെ നീയാണ് സന്യാസിയാവാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു ഡയലോഗിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന, അങ്ങനെ വളരെ രസകരമായിട്ട് നമ്മളെ ഈറനണിയിക്കുന്ന ഒരു അധ്യായമാണ് സദാ ഒഴിയുന്ന കൈകൾ എന്നുള്ള അധ്യായം. ഈ അധ്യായങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായമുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിൽ തുടക്കം ഒരു കോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ അധ്യായത്തിൻ്റെ തുടക്കവും ഒരു കോട്ടാണ്. ഐ ബിലീവ് ഇൻ ഏഞ്ചൽസ്, സംതിങ് ഗുഡ് ഇൻ എവറിത്തിങ് ഐ സീ. I believe in angels. When I know the time is right for me, I will cross the stream. I have a dream. അങ്ങനെ പറഞ്ഞിട്ടാണ് അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്ന വരികൾ ഭയങ്കര രസമാണ്. കിളിന്തൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ബോബിച്ചൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ൽ പഠിക്കുന്ന സമയത്ത് ഒരു മാജിക് ഷോ നടക്കുകയാണ് സ്കൂളിൽ. അപ്പോൾ അത് ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരു കുട്ടീനെ വേണം. അച്ഛനായിരുന്നു സ്കൂളിൽ. അപ്പോൾ അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ ഇതുവരെ അങ്ങനെ കത്രിക വെച്ച് റിബൺ കട്ട് ചെയ്ത ശീലമില്ല. അച്ഛൻ കത്രിക കൊടുക്കുകയും അച്ഛൻ എത്ര ശ്രമിച്ചിട്ടും റിബൺ ചതയുന്നതല്ലാതെ
ഈ റിബൺ കട്ടാവുന്നില്ല. ഒടുവിൽ വേറൊരു കുട്ടിയെ ഏൽപ്പിച്ച് ആ കുട്ടി ഈ ഇനാഗുറേഷൻ നിർവഹിക്കുകയും അങ്ങനെ ഈ മാജിക് ഷോ നടക്കുകയും മാജിക് മാൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുകയാണ്. പക്ഷേ വളരെ ദുഃഖത്തോടു കൂടി ബോബിച്ചൻ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അതിനു മുന്നേ എഴുതിയിട്ടുണ്ട്, ഒരു മാലാഖ അപ്പോഴാണ് ചാരത്തെത്തിയത്. 8ൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ മെല്ലിച്ച കരങ്ങൾ കൊണ്ട് ഒരു നിമിഷം ഒന്ന് ചേർത്ത് പിടിച്ച് നടന്നകന്നു. ഒരു ചെറിയ പെൺകുട്ടിക്ക് പോലും വെറോണിക്കയുടെ പട്ടുതൂവൽ കയ്യിൽ കരുതുന്നുണ്ടെന്ന തോന്നൽ അന്ന് തൊട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ യേശു അല്ലാതായിരുന്നിട്ട് പോലും ആ ഒരു ചെറിയ സന്ദർഭത്തിൽ ചേർത്ത് പിടിക്കാൻ തോന്നിയ ആ ഒരു പെൺകുട്ടിയുടെ ആ മനോഭാവത്തെ വെറോണിക്കയോടും യേശുവിനോടുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ആർക്കും ആശ്വാസമാകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു സന്ദേശവും, അതുപോലെ തന്നെ ആ കുട്ടിയെ മാലാഖ എന്ന് വിശേഷിപ്പിച്ച് വളരെ ഒരു വൈകാരികമായ ഒരു അധ്യായമാണ് മാലാഖമാർ വൈകാറില്ല എന്ന അധ്യായം. ഇതുപോലെ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ വായനക്കാരിലേക്ക് ലളിതമായി പങ്കുവയ്ക്കുന്ന ഒട്ടേറെ അധ്യായങ്ങളുള്ള പുസ്തകമാണ് വെറും ഒരു ഓർമ്മ തൻ കുരുന്നുതൂവൽ എന്ന ഈ ബോബീച്ചൻ്റെ ഈ പുസ്തകം. ഈ അധ്യായങ്ങളിലൂടെയെല്ലാം പോകുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ തൻ്റെ ആത്മകഥാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ കുറേയേറെ ആത്മീയ ചിന്തകൾ നമ്മളിലേക്ക് ബോബിച്ചൻ നൽകുന്നുണ്ട്. ചിലപ്പോൾ ചില അധ്യായങ്ങൾ ആദ്യം വായിക്കുന്നത് പോലെയല്ല, രണ്ടാമത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആന്തരാർത്ഥങ്ങൾ നമ്മളിലേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് പാരൻറ്റിങ് തത്വങ്ങൾ നമുക്ക് ഇതിൽ വായിച്ചെടുക്കാനായിട്ട് കഴിയും. ഒരു വ്യക്തിയുടെ ബാല്യകാലത്തെ അനുഭവങ്ങളാണ് ആ വ്യക്തിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് ബോബിച്ചൻ ഈ അധ്യായങ്ങളിലൂടെയെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അപ്പനുണ്ടായതും കാരുണ്യത്തോടെ തന്നെ നോക്കുന്ന ഒരു അമ്മയുണ്ടായതുമെല്ലാം ഒരു ബോബിച്ചനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ചില ബാല്യകാല ഓർമ്മയിലേക്ക് കൂടി ഈ ആത്മകഥകളെല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. തൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മയുടെ തിരയിളക്കം നമ്മളിലേക്ക് പകർന്നു തന്ന ബോബിച്ചനെ ഒരുപാട് നന്ദി. ഇത് വായിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ചിന്തകൾ ശുദ്ധീകരിക്കട്ടെ. നല്ലൊരു വായനാനുഭവം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.